അല്ല ഇന്ന് ഇവർക്ക് അവധി ഇച്ചിരി കിട്ടിയ പിള്ളേർക്ക്. അപ്പോൾ ഞങ്ങളെ കൊണ്ടൊന്ന് ഇവരുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകണം. പക്ഷേ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പോകാനായിട്ട് മഴ കാരണം ഒരു രക്ഷയില്ല. എന്നാലും നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നമ്മൾ പോണ വഴികളുടെ രണ്ട് വശങ്ങളിലും ഇടതൂർന്ന വനങ്ങളാണ്. നല്ല വീടുകളും അതിൻ്റെ ഇടയ്ക്ക് മയിലുകളെ കാണാം, കുരങ്ങ് കാണാം, എല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ഉള്ളു. അവിടെ എത്തിക്കഴിഞ്ഞ് അവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. ആ ഇല്ല കാണുന്നതാണ് വീട്. നമ്മളിതേ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തി ഇത് അങ്ങോട്ട് നോക്കി എന്നാ ഭംഗിയാണ്. മലകൾ കണ്ട. പക്ഷെ നമ്മൾ ഇറങ്ങി പുറത്ത് നല്ല വ്യൂ ഒക്കെയാണ് കാണാനായിട്ട്. സത്യത്തിൽ നല്ലതാണോ? ആദ്യമായിട്ട് പഴംപൊരിയും ബീഫും കൂടെ ട്രൈ ചെയ്യണം. പറഞ്ഞോ. അപ്പൊ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് നോക്കാൻ പോണത് അടിപൊളി. മുകളിലുള്ള ഒരു വീട്ടിൽ വന്നിരിക്കുകയാണ്. പ്രകൃതി ഭംഗിയും തണുപ്പും ഈ നല്ല ചൂട് ചായയും കൂടെ എന്നാ അനുഭൂതിയാണ്. എല്ലാവരും വന്ന് കാണേണ്ട പ്ലേസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും വരാൻ സാധിക്കില്ല. എന്നൊക്കെ തന്നെയും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ. ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടും എന്ന് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഇത്ര ഉയരത്തിൽ വന്ന് ചായ കുടിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ബർബിക്കും കബാബും കൂടെ ഉണ്ടാക്കാൻ പോവുകയാണ്. കബാബ് ഉണ്ടാക്കുമ്പോൾ പൈനാപ്പിള്, കാപ്സിക്കം, ഓനിയൻ, വന്നിരിക്കുന്ന തണുപ്പാണ്. അപ്പൊ തണുപ്പിനെ നമുക്കൊന്ന് ചൂടാക്കാൻ വേണ്ടി നമ്മള് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ മോളിയമ്മ ഏത് നാട്ടിൽ പോയാലും നിങ്ങൾ എന്റെ കൂടെ വരണം. വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ചെയ്യാനാർത്തെ പോലെ ഇവരുടെ വിചാരം. ഇത് വെക്കണം. അപ്പോൾ ഒരു ചിക്കൻ ലെഗ് പീസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. സൂപ്പറാണ് കേട്ടോ. വെജിറ്റബിൾ എല്ലാം കൂടെ നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അവരുടെ കൂടെ കൊച്ചു പിള്ളേരാണ്. അവരുടെ കൂടെ ഞാൻ നിന്നപ്പോൾ അവരെ പോലെ ചെറുപ്പം പോലെ എനിക്കും തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ബൈ ബൈ.